ബീഹാറിൽ ബി.ജെ.പി. നേതാവ് സാമ്രാട്ട് ചൗധരി ഇന്നാണ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. 2 ജെ.ഡി.യു ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ പക്ഷേ ഈ മന്ത്രിസഭയിൽ ഇല്ല. 2 പതിറ്റാണ്ട് നീണ്ട നിതീഷ് യുഗത്തിന് അന്ത്യം കുറിച്ചാണ് സാമ്രാട്ട് ചൗധരി പുതിയ മുഖ്യമന്ത്രിയാകുന്നത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, അങ്ങനെ നിതീഷ് യുഗത്തിന് അന്ത്യമായിരിക്കുകയാണ് ബീഹാറിൽ. മാത്രമല്ല ബി.ജെ.പി. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു ബി.ജെ.പിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സേതുലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ബി.ജെ.പി. മുഖ്യമന്ത്രി ബീഹാറിലും ബി.ജെ.പി. മുഖ്യമന്ത്രി വരുന്നു എന്നാണ്. വളരെ രസകരമായൊരു കാര്യം, സാമ്രാട്ട് ചൗധരി എന്നാൽ നിതീഷ് കുമാറിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. കാരണം ആർ ജെ ഡിയിൽ കൂടി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ സാമ്രാട്ട് ചൗധരി അതേമാതിരി തന്നെ ആർ ജെ ഡി പിളർന്നുകൊണ്ടാണ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നത്. 2014 13 MLA-മാരോടൊപ്പം ആർ ജെ ഡി വിട്ട് ജെ ഡി യുവിലെത്തിയ സ്മാർട്ട് അതിനുശേഷമാണ് 2017 ബി.ജെ.പിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബി.ജെ.പി. അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും പഴയ ഒരു ജനതാ സോഷ്യലിസ്റ്റ് തന്നെയാണ് ഈ ബി.ജെ.പി. മുഖ്യമന്ത്രി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ജെ ഡി യുവിനെ സംബന്ധിച്ചോളം 2 പ്രധാന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആരായിരിക്കും 2 ഉപമുഖ്യമന്ത്രിമാർ എന്നത് കാര്യത്തിലാണ് ഇപ്പോൾ ജെ ഡി യുവിൽ തർക്കം നടക്കുന്നത്. ഏതായാലും ഡെപ്യൂട്ടി ലീഡറുണ്ട്, ശ്രാവണകുമാറുണ്ട്, അതുപോലെ തന്നെ പാർലമെൻ്റ് കാര്യ മന്ത്രിയുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആരാണ് ഉപമുഖ്യമന്ത്രിയാവുക ജനതാദളിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന തർക്കം. ഏതായാലും നിതീഷ് കുമാറിൻ്റെ മകൻ നിശാന്ത് മന്ത്രിസഭയിലേക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കുർമി വിഭാഗത്തിന് കൂടുതൽ അല്ലെങ്കിൽ നിതീഷിൻ്റെ വിഭാഗമാണ് കുർമി വിഭാഗത്തിന് പ്രാതിനിധ്യം കൂടുതൽ ലഭിക്കുന്ന ഒരു മന്ത്രിസഭാ വികസനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും 2 ഉപമുഖ്യമന്ത്രിമാർ ജെ ഡി യു ആരൊക്കെ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ശ്രീലക്ഷ്മി. ഏതായാലും ബീഹാറിൽ ബി.ജെ.പി. യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി.